നെക്സ്റ്റ് ട്രസ്സിൽ ആക്ട് ചെയ്യുന്ന ഓരോ ഡിഫറെൻറ്റ് ലോഡ്സും അതുപോലെ ആ ലോഡിൻ്റെ കാൽക്കുലേഷനുമാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ആദ്യമായിട്ട് ഡെഡ് ലോഡ്. അപ്പോൾ ഒരു ട്രസ്സിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ വരുന്ന ഡെഡ് ലോഡ് ഒന്ന് ആ റൂഫിംഗ് ഷീറ്റിൻ്റെ ലോഡ് വരും. അതിപ്പോൾ GI ഷീറ്റ് ആകാം അല്ലെങ്കിൽ AC ഷീറ്റ് ആകാം. ക്വസ്റ്റ്യനിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ GI ഷീറ്റ് ആണെങ്കിൽ 100 to 150 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്നാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 100 തുടങ്ങി 150 വരെയുള്ള ഏതെങ്കിലും വാല്യൂസ് കൊടുക്കാം. ആൻഡ് AC ഷീറ്റ് ആണെങ്കിൽ 170 to 200 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ന്യൂട്ടൺ ആണ്, ന്യൂട്ടണിലാണ് ഈ വാല്യൂസ്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ് വാല്യൂസ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. അതുപോലെ പേളിനിൽ 100 to 120 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇവിടെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ് ലോഡിൻ്റെ യൂണിറ്റ്. ഓക്കെ, അതേപോലെ ട്രസ്സിൻ്റെ വെയിറ്റും വരും. അപ്പോൾ ട്രസ്സിൻ്റെ സെൽഫ് വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്കൊരു ഫോർമുലയുണ്ട്. That is, dead load of the truss is equal to span by 3 plus 5 into 10. Okay, so ഇത്രയും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ട്രസ്സിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പേളിൻ്റെ ഡിസൈൻ ആണ് നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ട്രസ്സിൻ്റെ കാര്യം എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, കാരണം ഈ ട്രസ്സിൻ്റെ മേളിലായിട്ടാണ് പേളിൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് പേളിൻ്റെ ഡിസൈനിന് ചോദിക്കുമ്പോഴത്തേക്ക് പേളിൻ്റെ ടോട്ടൽ ഡെഡ് ലോഡ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണം, റൂഫ് ഷീറ്റും കൺസിഡർ ചെയ്യണം, പിന്നെ പേളിനും കൺസിഡർ ചെയ്യണം. അതല്ലാതെ റൂഫിൻ്റെ മൊത്തത്തിലുള്ള ആണ് ഡെഡ് ലോഡ് എങ്കിൽ അപ്പോഴാണ് ഈ റൂഫിംഗ് ഷീറ്റ്, പേളിൻ, അതുപോലെ ട്രസ്, ഈ 3 കാര്യങ്ങളും വരുന്നത്. ട്രസ്, ബ്രേസിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്യുക. നമ്മൾ ട്രസ്സിൻ്റെ ഡിസൈനിനാണ് ഈ ട്രസ്സിൻ്റെ ഡെഡ് ലോഡ് കൺസിഡർ ചെയ്യുന്നത്. പേളിൻ്റെ ഡിസൈനിൽ പേളിൻ്റെ ടോപ്പിലാണ് നമ്മൾ ഈ ഷീറ്റ് വെക്കുന്നത്. അപ്പോൾ ഷീറ്റിൻ്റെയും പേളിൻ്റെയും ഡെഡ് ലോഡ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ട്രസ്സിൻ്റെ ഡിസൈനിൽ ഡെഡ് ലോഡും ഓഫ് ട്രസ് കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. ദാറ്റ് ഇസ് സ്പാൻ ഓഫ് ട്രസ് ബൈ 3 plus 5 into 10 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, ഈ വാല്യൂസ് ഒക്കെ തന്നെ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ് തന്നിരിക്കുന്നത്. അതേപോലെ ബ്രേസിങ്സ് 12 to 15 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. നെക്സ്റ്റ് ഇസ് ലൈവ് ലോഡ്. ലൈവ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇതാണ് ഇക്വേഷൻസ്. ഓക്കെ, ഓരോ കണ്ടീഷനിലും എത്രയാണ് വാല്യൂസ് എന്നുള്ളതും അതേപോലെ ഒരു ഇക്വേഷനും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ലൈവ് ലോഡിൻ്റെ കോഡ് IS 875 പാർട്ട് 1 ഡെഡ് ലോഡ്, പാർട്ട് 2 ലൈവ് ലോഡ് ആൻഡ് പാർട്ട് 3 വിൻ ലോഡ്. അപ്പോൾ നമ്മളുടെ എക്സാമിന് പാർട്ട് 3 വിൻ ലോഡിൻ്റെ കോഡ് മാത്രമാണ് കൊണ്ടുപോകാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡെഡ് ലോഡിൻ്റെ വാല്യൂസും അതുപോലെ ലൈവ് ലോഡിൻ്റെ വാല്യൂസ് നിങ്ങൾ അത് കാണാതെ പഠിക്കുക. ഓക്കെ, സോ ഡെഡ് ലോഡ് ഇപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. ലൈവ് ലോഡ് റൂഫിൻ്റെ സ്ലോപ്പ് അനുസരിച്ചിട്ടാണ് റൂഫിൽ വരുന്ന ലൈവ് ലോഡ്. അപ്പോൾ അത് ഏതൊക്കെ വരുമെന്ന് വെച്ചാൽ, റൂഫിൽ വരുന്ന ലൈവ് ലോഡ് ഇഫ് തീറ്റ ഈസ് ലെസ് ദാൻ 10 ഡിഗ്രി ആൻഡ് തീറ്റ ഗ്രേറ്റർ ദാൻ 10 ഡിഗ്രി. ഓക്കെ, സോ തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 ഡിഗ്രി ആൻഡ് തീറ്റ ഗ്രേറ്റർ ദാൻ 10 ഡിഗ്രി. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ലെസ് ദാൻ 10 ഡിഗ്രി ആണെങ്കിൽ, ഇഫ് ദ സ്ലോപ്പ് ഓഫ് ദി റൂഫ് ഇസ് ലെസ് ദാൻ 10 ഡിഗ്രി. ഓക്കെ, സ്ലോപ്പ് എന്ന് വെച്ചാൽ ഈ ഒരു വാല്യൂ, അതായത് പിച്ച് തന്നെയാണ് സ്ലോപ്പ്. ഓക്കെ, അപ്പോൾ അത് 10നേക്കാളും ലെസ് ആണെങ്കിൽ ആൻഡ് ഇഫ് ദർ ഇസ് എൻ ആക്സസ്, ഓക്കെ, ആക്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദെൻ 1.5 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ആൻഡ് ആക്സസ് ഇല്ലെങ്കിൽ, അപ്പോൾ ആക്സസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഓക്കെ, ക്വസ്റ്റ്യനിൽ പറയുമായിരിക്കും. അപ്പോൾ അതാണെങ്കിൽ 0.75 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ദെൻ ഇഫ് തീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 10 ഡിഗ്രി, 10 ഡിഗ്രിയേക്കാളും കൂടുതലാണെങ്കിൽ ദിസ് ഇസ് ദ വാല്യൂ, ദാറ്റ് ഇസ് 750 മൈനസ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക, ഇവിടെ കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ് വാല്യൂസ്. ഓക്കെ, ഈ രണ്ട് വാല്യൂസും കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലാണ്. അഗെയിൻ തീറ്റ ഇഫ് ഇറ്റ് ഇസ് ഗ്രേറ്റർ ദാൻ 10 ഡിഗ്രി ദെൻ ദ വാല്യൂ ഇസ് 750 മൈനസ് 20 ഇൻറ്റു തീറ്റ മൈനസ് 10. ഓക്കെ, അതായത് 750യിൽ നിന്ന് ഓരോ 10
ഡിഗ്രീസ് ഇൻക്രീസ് ചെയ്യുന്നതിന് തീറ്റയുടെ വാല്യൂ ഓരോ 10 ഡിഗ്രീസ് ഇൻക്രീസ് ചെയ്യുമ്പോഴും 20 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് 750 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ഇതാണ് വാല്യൂ. അപ്പോൾ അതിൽ നിന്ന് ഓരോ 10 മീറ്റർ ഇൻക്രീസിനും 20 വീതം കുറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, സോ ദറ്റ് ഈസ് 750 മൈനസ് 20 ഇൻറ്റു തീറ്റ മൈനസ് 10 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ആൻഡ് ഇതിൽ മിനിമം വാല്യൂ എടുക്കുന്നത് 0.4 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ വാല്യൂസ് ശ്രദ്ധിക്കുക. ഇത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലും കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലും ഒക്കെയാണ് തന്നിരിക്കുന്നത്. അതൊന്നെങ്കിൽ ഇതെല്ലാം ഈ വാല്യൂസും ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയറിലേക്ക് തന്നെ എഴുതി അങ്ങനെ പഠിക്കുക. ഓക്കെ, സോ ഇറ്റ്സ് ബെറ്റർ ഈ ഒരു പോയിൻറ്റിൻ്റെ വാല്യൂസൊക്കെ ആണെങ്കിൽ കിലോ ന്യൂട്ടണിൽ തന്നെ ആയിരിക്കും. അടുത്തത് വിൻലോഡ്. വിൻലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് വേണ്ട ഇക്വേഷൻ ഇത് ക്ലോസ് 6.2.1 നമുക്ക് IS 875 പാർട്ട് 3 എക്സാമിന് അലൗഡ് ആണ്. അതുകൊണ്ട് വിൻലോഡിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് കോഡിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ വിൻലോഡിൻ്റെ ഫോഴ്സ് എന്ന് വെച്ചാൽ സോ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു പ്രഷർ. ഓക്കെ, അപ്പോൾ ഇവിടെ വിൻഡ് പ്രഷർ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. ലാസ്റ്റ് ക്ലാസ്സിൽ വിൻഡ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ആ വിൻഡ് പ്രഷറിൻ്റെ കൂടെ ഏരിയ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മളുടെക്ക് ഏരിയ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരില്ല, ബിക്കോസ് നമുക്ക് ഫോഴ്സ് ബൈ ഏരിയയുടെ ടേംസിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ നമ്മളുടെ പ്രോബ്ലത്തിൽ ചെയ്യുമ്പോൾ F/A ഇസ് ഈക്വൽ ടു CPE മൈനസ് CPI ഇൻറ്റു PZ ഇങ്ങനെ വരും. ഇതിൽ CPE എന്ന് വെച്ചാൽ ഈ CPEയും CPIയും അതൊരു കോഎഫിഷ്യൻ്റ് ആണ്. ഓക്കെ, അപ്പം ഇപ്പം ഇങ്ങനെ ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബിൽഡിങ്ങിൽ ഇങ്ങനെ വിൻഡ് ലോഡ് ആക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ബിൽഡിങ്ങിന് അറൗണ്ടിൽ ഒരു പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ആകും. ഓക്കെ, അപ്പോൾ അതും കൂടെ അക്കൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ കോഎഫിഷ്യൻ്റ് കൊടുക്കുന്നത്. അപ്പോൾ എക്സ്റ്റേണൽ പ്രഷേഴ്സോ അല്ലെങ്കിൽ ഇൻറ്റേർണൽ പ്രഷേഴ്സോ ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കോഎഫിഷ്യൻസ് ആണ് ഈ എക്സ്റ്റേണൽ കോഎഫിഷ്യൻറ്റും ഇൻറ്റേർണൽ കോഎഫിഷ്യൻറ്റും. സോ എക്സ്റ്റേണൽ പ്രഷർ കോഎഫിഷ്യൻറ്റിൽ നിന്ന് ഇൻറ്റേർണൽ പ്രഷർ കോഎഫിഷ്യൻറ്റ് മൈനസ് ചെയ്യുക. ആൻഡ് അതിൻ്റെ കൂടെ വിൻഡ് പ്രഷർ നമ്മൾ യൂഷ്വലി നോർമലി കാൽക്കുലേറ്റ് ചെയ്യുന്ന വിൻഡ് പ്രഷർ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, PZൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഫോഴ്സിൻ്റെ ഇക്വേഷൻ കിട്ടുന്നത്. ഈ ഇക്വേഷൻ ക്ലോസ് 6.2.1 പേജ് 13 തന്നിട്ടുണ്ട്. ഓക്കെ, പേജ് 13 IS 875 പാർട്ട് 3 പറയുന്നുണ്ട് വിൻ ലോഡ് ഓൺ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്. സോ when calculating the wind load on individual structural elements such as roofs and walls, individual cladding units and their fittings, it is essential to take account the pressure difference between the opposite faces of such elements or units. For clad structures, it is therefore necessary to know the internal pressure as well as external pressure. Thus, then the wind load F acting in the direction normal to the individual structural element or cladding unit is equal to, so അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് F is equal to CPE minus CPI into A into PZ. Okay, so PZ അല്ലെങ്കിൽ PD എന്നാണ്, that is the design wind pressure. Okay, PZ ഇത് തന്നെയാണ് നമ്മുടെ PZ വാല്യൂ തന്നെയാണിത്. ക്ലിയർ? സോ ഈ ഒരു രീതിയിലാണ് ഡിസൈൻ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോ ഡിറ്റർമൈൻ ദി ഡിസൈൻ ലോഡ് ഓൺ പേർളിൻ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇവിടെ പേർളിനിലുള്ള ഡിസൈൻ ലോഡാണ്. ബിൽഡിംഗ് നിയർ വിശാഖപട്ടണം. സോ ലൊക്കേഷൻ തന്നിട്ടുണ്ട്. ബിൽഡിങ്ങിൻ്റെ ക്ലാസ് പറയുന്നുണ്ട്. ദ ബിൽഡിംഗ് ബിലോങ്സ് ടു ജനറൽ ക്ലാസ് വിത്ത് 50 years ലൈഫ് ആൻഡ് ടെറൈൻ കണ്ടീഷൻ കാറ്റഗറി 2 എന്ന് പറയുന്നുണ്ട്. മാക്സിമം ഡയമെൻഷൻ 40. മാക്സിമം ഡയമെൻഷൻ നമുക്ക് തന്നിരിക്കുന്നത് ഏത് ക്ലാസ് ആണെന്ന് അറിയാനാണ്. ഓക്കെ,
ദെൻ വിഡ്ത്ത് ഓഫ് ദി ബിൽഡിംഗ്. ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ വിഡ്ത്ത് പറയുന്നുണ്ട്, ഹൈറ്റ് അറ്റ് ഈവ് ലെവൽ, ദെൻ ടോപ്പോഗ്രഫി. ഹൈറ്റ് അറ്റ് ഈവ് ലെവൽ എന്ന് വെച്ചാൽ എന്താ, നമ്മൾ അതായത് ഒരു റൂഫ് ബിൽഡിംഗ് ആണെങ്കിൽ അതിന് റിഡ്ജ് പോർഷനും ഉണ്ട്, അതുപോലെ ഈവ് പോർഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈവ് പോർഷൻ ഈ ഒരു ഹൈറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്, 8 മീറ്റർ. ഓക്കെ, ദെൻ ടോപ്പോഗ്രഫി, തീറ്റ ലെസ് ദാൻ 3 ഡിഗ്രി. ടോപ്പോഗ്രഫി എന്ന് വെച്ചാൽ സർഫസ് ടോപ്പോഗ്രഫിയാണ് ഈ പറയുന്നത്. ഓക്കെ, അതായത് ആ ബിൽഡിംഗ് നിൽക്കുന്ന ടോപ്പോഗ്രഫി. സോ ഇതൊരു പ്ലെയിൻ ലെവൽ ലാൻഡാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ദെൻ പെർമിയബിലിറ്റി ഈസ് മീഡിയം പെർമിയബിലിറ്റി ആണ്. ദെൻ സ്പാൻ ഓഫ് ട്രസ്സസ് 15 മീറ്റർ. ഓക്കെ, അപ്പോൾ ഇത് ട്രസ് ആണെങ്കിൽ ഈ ട്രസ്സിൻ്റെ സ്പാൻ പറയുന്നുണ്ട് 15 മീറ്റർ. ഓക്കെ, അതേപോലെ ഈ ബിൽഡിങ്ങിൻ്റെ വിഡ്ത്തും തന്നിട്ടുണ്ട് 15 മീറ്റർ എന്ന്. ഓക്കെ, ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെ വിഡ്ത്ത് നിങ്ങൾക്ക് ഇൻ കേസ് തന്നിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ വിഡ്ത്ത് ഇപ്പോൾ സ്പാനും വിഡ്ത്തും രണ്ടും സെയിം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു വാല്യൂ തന്നിട്ടില്ല എങ്കിൽ, സ്പാൻ തന്നിട്ടില്ല എങ്കിൽ, അത് വിഡ്ത്തായിരിക്കും ഇതിൻ്റെ സ്പാൻ. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ വിഡ്ത്ത് തന്നെയായിരിക്കും ഈ ഒരു ട്രസ്സിൻ്റെ സ്പാൻ. ഓക്കെ, ആ ഒരു രീതിയിൽ വേണം എടുക്കാനായിട്ട്. ദെൻ പിച്ച് ഈസ് ഈക്വൽ ടു 1/5 AC ഷീറ്റാണ്. സ്പേസിങ് ഓഫ് പേർലിൻ. ഓക്കെ, പേർലിൻ്റെ സ്പേസിങ്. അപ്പോൾ ഇങ്ങനെയാണ് ട്രസ്സ്, ഒരു ട്രസ് ഇങ്ങനെ പോവും, പേർലിൻസ് ഇങ്ങനെയും പോവും. അപ്പോൾ പേർലിൻ്റെ സ്പേസിങ് പറയുന്നുണ്ട് 1.35, അതുപോലെ ട്രസ്സിൻ്റെ സ്പേസിങ് ആണ് 4 മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് ഇസ് കാൽക്കുലേഷൻ ഓഫ് ഡെഡ് ലോഡ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഡേറ്റ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, വിൻ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഡെഡ് ലോഡ് ഇത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, ഡിസൈൻ ലോഡ് ഓഫ് എ പേർലിനാണ്. അപ്പോൾ പേർലിനിൽ ആക്ട് ചെയ്യുന്ന ലോഡ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് പേർലിൻ്റെ മേളിലാണ് നമ്മൾ ഈ റൂഫിംഗ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ റൂഫിംഗ് ഷീറ്റിൻ്റെ ലോഡും വരും, അതുപോലെ തന്നെ പേർലിൻ്റെ ഓൺ സെൽഫ് വെയ്റ്റും വരും. സോ ഹൗ ടു കാൽക്കുലേറ്റ് ദ ഡെഡ് ലോഡ്? വെയ്റ്റ് ഓഫ് ഷീറ്റ് AC ഷീറ്റാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് AC ഷീറ്റിൻ്റെ വാല്യൂസ്, ഡെഡ് ലോഡ് വാല്യൂസ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. AC ഷീറ്റ് ആണെങ്കിൽ 170 to 200 ആണ് വാല്യൂ, 200 Nm/m². അതേപോലെ ഇപ്പം നമുക്കിവിടെ 170 എന്ന് എടുക്കാം. അതേപോലെ പേർലിൻ്റെത് 100 to 120. ഓക്കെ, 100 എന്നും എടുക്കാം. സോ അത് നമ്മൾ എഴുതുമ്പോഴത്തേക്കും വെയ്റ്റ് ഓഫ് ഷീറ്റ് ഈസ് 170 ആൻഡ് വെയ്റ്റ് ഓഫ് പേർലിൻ 100. അപ്പോൾ ടോട്ടൽ ഈ ഒരു പേർലിനിൽ ആക്ട് ചെയ്യുന്ന ലോഡ് എത്രയായിരിക്കും? പേർലിൻ്റെ ലോഡും അതുപോലെ ഷീറ്റിൻ്റെ ലോഡും, ദറ്റ് ഈസ് 270 Nm/m². ഓക്കെ, എഗെയിൻ ടോട്ടൽ ഡെഡ് ലോഡ്. അതേപോലെ തന്നെ ഇതിൻ്റെ ഡെഡ് ലോഡ് നമ്മൾ ഇത് സ്പേസിങ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, പേർലിനിൽ വരുന്ന ലോഡ്സ്, അതായത് ഇവിടെ നിന്ന് ഈ രണ്ട് സൈഡിൽ നിന്നും ഉള്ള ലോഡ്സും പേർലിനിലേക്ക് വരും. ഓക്കെ, സോ പേർലിനിൽ വരുന്ന ആ ഒരു ലോഡും കൂടെ ഇവിടെ എടുക്കണം. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്? പേർലിൻ്റെ സ്പേസിങ് തന്നിട്ടുണ്ട്, രണ്ട് പേർലിൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ അതിൻ്റെ ഹാഫ് ആയിരിക്കും ഇത്, 1.35/2. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് നമ്മൾ സ്ലാബിലൊക്കെ എടുക്കുന്ന പോലെ തന്നെ, സ്ലാബിൽ നിന്ന് ബീമിലേക്ക് വരുന്ന ലോഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തില്ലേ, അതേപോലെ തന്നെ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഇവിടെ നിന്നും വരുന്ന ലോഡ് പാരലലിൽ എങ്ങനെയാണ് വരുന്നത്? അപ്പോൾ അത് ഹാഫ് ആയിരിക്കും, പേർലിൻ്റെ സ്പേസിങ്ങിൻ്റെ ഹാഫ് ആയിരിക്കും. സോ ആ ഒരു ഹാഫ് ഡിസ്റ്റൻസ് രണ്ട് സൈഡിലും ഉണ്ട്. ഓക്കെ, സോ എത്ര തന്നെ വരും? അത് സ്പേസിങ് ആയിട്ട് തന്നെ വരും, സ്പേസിങ്ങിൻ്റെ വാല്യൂ തന്നെ വരും. സോ ടോട്ടൽ ലോഡ് ഇൻറ്റു സ്പേസിങ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ടോട്ടൽ ലോഡ് ഇൻറ്റു സ്പേസിങ് ഓഫ് പേർലിൻ. ക്ലിയർ? സോ നമുക്ക് ടോട്ടൽ ലോഡ് 364.5 Nm/m എന്ന് കിട്ടും. അപ്പോൾ നമുക്കിവിടെ ശരിക്കുള്ള വാല്യൂസ് Nm/m²ലായിരുന്നു, അതിനെ നമ്മൾ ലോഡ് ഇൻറ്റൻസിറ്റി Nm/m കൺവേർട്ട് ചെയ്തു. ഓക്കെ, so this is the total load on purlin per meter.
ഇനി അടുത്തത് കാൽക്കുലേഷൻ ഓഫ് ലൈവ് ലോഡ്. ലൈവ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് ആദ്യം വേണ്ടത് തീറ്റ വാല്യൂ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് തീറ്റ 10നേക്കാളും ഗ്രേറ്റർ ആണോ ലെസ് ആണോ എന്ന് അറിഞ്ഞാലേ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈവ് ലോഡ് വാല്യൂ നമ്മൾ നേരത്തെ ആ ഒരു ടേബിളിൽ തന്നിരുന്ന പോലെ എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് തീറ്റയാണ്, അതായത് സ്ലോപ്പാണ്. ഈ ഒരു തന്നിരിക്കുന്ന ബിൽഡിങ്ങിൻ്റെ റൂഫിൻ്റെ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ സ്ലോപ്പ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? സോ ഇതാണ് റൂഫെങ്കിൽ റൂഫിൻ്റെ ഹൈറ്റ്, ട്രസ്സിൻ്റെ ഹൈറ്റ്, സ്പാനും തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ടാൻ തീറ്റ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, അതായത് സ്പാൻ ബൈ 2. ഓക്കെ, സോ എച്ച് ബൈ സ്പാൻ ബൈ 2 ആണ് തീറ്റ വാല്യൂ. അപ്പോൾ ഇവിടെ നമുക്ക് സ്പാൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്, 15 മീറ്റർ എന്ന് സ്പാൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പക്ഷേ ഹൈറ്റ് ഇവിടം വരെയുള്ള ഹൈറ്റാണ് തന്നിരിക്കുന്നത്, അല്ലാതെ ഈ ട്രസ്സിൻ്റെ ഹൈറ്റ് തന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ട്രസ്സിൻ്റെ ഹൈറ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ട്രസ്സിൻ്റെ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പിച്ച് തന്നിട്ടുണ്ട്. പിച്ച് ഇസ് ഈക്വൽ ടു 1/5 എന്ന് തന്നിട്ടുണ്ട്. ആക്ച്വലി വാട്ട് ഇസ് പിച്ച്? Pitch is equal to height by span. Okay, so pitch is equal to height by span. So ഇവിടെ നിന്ന് പിച്ച് തന്നിട്ടുണ്ട് 1/5 എന്ന്. അപ്പോൾ സ്പാൻ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ഹൈറ്റ് ഓഫ് ട്രസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് സ്പാൻ 15 ആണ്. സോ 15/5 എന്ന് വരും. ദാറ്റ് ഈസ് 3 മീറ്റർ ആയിരിക്കും ഹൈറ്റ്. ഓക്കെ, സോ അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു എച്ച് ബൈ സ്പാൻ ബൈ 2. സോ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എച്ച് ബൈ സ്പാൻ ബൈ 2. ആൻഡ് ഹൈറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ഫ്രം പിച്ച്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പിച്ച് 1/5 ആണ്. സോ പിച്ച് ഇസ് ഈക്വൽ ടു ഹൈറ്റ് ബൈ സ്പാൻ ആൻഡ് ഹൈറ്റ് ഇസ് ഈക്വൽ ടു സ്പാൻ ബൈ 5. സോ 15/5 3 മീറ്റർ ആണ് ഹൈറ്റ് ഓഫ് ട്രസ്. ദിസ് ഈസ് ദ ഹൈറ്റ് ഓഫ് ട്രസ്. ഓക്കെ, ഹൈറ്റ് ഈവ്സ് ലെവൽ വരെയുള്ള ഹൈറ്റ് തന്നിട്ടുണ്ട് 8 മീറ്റർ എന്ന്. അപ്പോൾ അതല്ല ഹൈറ്റ് ഓഫ് ട്രസ് എന്ന് വെച്ചാൽ. ഓക്കെ, ഈ ഒരു ഹൈറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 8 മീറ്റർ, അതായത് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ്. ഓക്കെ, ഈ റൂഫ് ട്രസ്സിൻ്റെ ഹൈറ്റ് ആണ് 3 മീറ്റർ. ഓക്കെ, ആൻഡ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു എച്ചിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, തീറ്റയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സോ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 3/15/2. സോ തീറ്റയുടെ വാല്യൂ 21.8 എന്ന് കിട്ടും. സോ തീറ്റയുടെ വാല്യൂ 21.8 ആണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 10. അപ്പോൾ 10നേക്കാളും ഗ്രേറ്റർ ആണ് വരുന്നതെങ്കിൽ വാട്ട് വാസ് ദ ലൈവ് ലോഡ് ഇക്വേഷൻ? 750 മൈനസ് 20 ഇൻറ്റു തീറ്റ മൈനസ് 10. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ തീറ്റയ്ക്ക് 21.8 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, സോ എത്ര കിട്ടും? 750 മൈനസ് 20 ഇൻറ്റു 21.8 മൈനസ് 10, വിച്ച് വിൽ ഗീവ് യു 514 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. സോ 514 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ് ലോഡ്. അഗെയിൻ പേളിൻ്റെ സ്പേസിങ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, സോ പേളിൻ്റെ സ്പേസിങ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക ടു കൺവേർട്ട് ഇറ്റ് ഇൻ ടു ന്യൂട്ടൺ പെർ മീറ്റർ. സോ ദറ്റ് വിൽ ഗീവ് യു 693.9 ന്യൂട്ടൺ പെർ മീറ്റർ. അടുത്തത് കാൽക്കുലേഷൻ ഓഫ് വിൻഡ് ലോഡ്. വിൻഡ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ വിൻഡ് ഫോഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ എഫിൻ്റെ ഇക്വേഷൻ നമ്മൾ നേരത്തെ നോക്കിയിരുന്നു. ദാറ്റ് ഈസ് പോസിറ്റീവ് പ്രഷർ എക്സ്റ്റേണൽ പ്രഷർ കോഎഫിഷ്യൻറ്റ് മൈനസ് ഇൻറ്റേർണൽ പ്രഷർ കോഎഫിഷ്യൻറ്റ് ഇൻറ്റു എ ഇൻറ്റു പി സെഡ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് പി സെഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ദറ്റ് ഈസ് പി വാല്യൂ കാൽക്കുലേറ്റ്, ഡിസൈൻ പ്രഷർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം, പി ഡി എന്നോ പി സെഡ് എന്നോ. ആൻഡ് അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പും ബേസിക് വിൻഡ് സ്പീഡ്. വിശാഖപട്ടണമാണ് സ്ഥലം പറഞ്ഞിരിക്കുന്നത്. സോ വാട്ട് ഈസ് ദ ബേസിക് വിൻഡ് സ്പീഡ്?
വിശാഖപട്ടണത്തിൽ പേജ് 53 നോക്കിക്കഴിഞ്ഞാൽ അപ്പൻഡിക്സ് എയിൽ വിശാഖപട്ടണത്തിൽ 50 m/s ആണ് വിൻഡ് സ്പീഡ്. ഓക്കെ, സോ വിശാഖപട്ടണം VB is equal to 50 m/s. അടുത്തത് ഡിസൈൻ വിൻഡ് സ്പീഡാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. VZ is equal to K1, K2, K3 into VB. ഇതിൽ K1 എങ്ങനെയായിരുന്നു കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടേബിൾ 1 K1ൻ്റെ വാല്യൂ ഉണ്ട്. അതായത് നമ്മൾ ബിൽഡിങ്ങിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ജനറൽ ബിൽഡിംഗ് ആണ്, അതിൻ്റെ ലൈഫ് 50 ആണെന്ന്. അതുകൊണ്ട് തന്നെ ജനറൽ ബിൽഡിംഗ്, ഓൾ ജനറൽ ബിൽഡിങ്സ് ആൻഡ് ലൈഫ് 50 ആണെങ്കിൽ നമുക്ക് ഈ വാല്യൂ എടുക്കാം. അപ്പോൾ 51 ആയിരിക്കും K1 വാല്യൂ. സോ K1 is equal to 1. ഓക്കെ, എഗെയിൻ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് K2 ആണ്. K2 കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അറിയണം? ഏത് കാറ്റഗറി ആണെന്ന് അറിയണം, ഏത് ക്ലാസ് ആണെന്ന് അറിയണം, പിന്നെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് വേണം. ഓക്കെ, സോ ക്വസ്റ്റ്യനിൽ കാറ്റഗറി 2 ആണെന്ന് പറയുന്നുണ്ട്, മാക്സിമം ഡയമെൻഷനും തന്നിട്ടുണ്ട്. സോ കാറ്റഗറി 2 ആണ്, ടെറൈൻ കാറ്റഗറി 2 ആൻഡ് മാക്സിമം ഡയമെൻഷൻ 40 എന്ന് വെച്ചാൽ ഇറ്റ് ബിലോങ്സ് ടു ക്ലാസ് B. ആൻഡ് ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്, ഈവ്സ് ലെവൽ വരെയുള്ള ഹൈറ്റ് നമ്മൾ ആ ഒരു ഹൈറ്റ് എടുത്താൽ മതി, ദാറ്റ് ഈസ് 8 meter. ഓക്കെ, റൂഫിൻ്റെ ടോട്ടൽ ഹൈറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് അറ്റ് ഈവ്സ് ലെവൽ വരെ എടുത്താൽ മതി. സോ 8 meter. ആൻഡ് how can we find the value of K2? ടേബിൾ 2 നിന്ന് കിട്ടും. ഓക്കെ, സോ ടേബിൾ 2 നമുക്ക് കിട്ടിയിരിക്കുന്ന കാറ്റഗറി 2 ആണ്, ക്ലാസ് B ആണ്. ആൻഡ് 10 meter വരെ ഹൈറ്റ് ഉള്ളതിന് 0.98. ഓക്കെ, സോ 0.98 ആണ് K2 വാല്യൂ. സോ K2 is equal to 0.98. നെക്സ്റ്റ് K3 വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. K3 is equal to 1 plus CS എന്നാണ്. അപ്പോൾ ഇവിടെ ടോപ്പോഗ്രഫി ഓഫ് ദി പ്ലെയിൻ ദാറ്റ് ഇസ് തീറ്റ ലെസ് ദാൻ 3 ആണ്, ലെവൽ പ്ലെയിൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു CS വാല്യൂ 0 ആയി പോകും. ഓക്കെ, സോ K3യുടെ വാല്യൂ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അത് ഇവിടെ തന്നെ തന്നിട്ടുണ്ട് പേജ് 12. The effect of topography will be significant at a site when the upwind slope is greater than 3 degree. ഓക്കെ, അപ്പോൾ 3 degree ഗ്രേറ്റർ ആണെങ്കിൽ മാത്രം നമ്മൾ C and S കാൽക്കുലേറ്റ് ചെയ്താൽ മതി, അതർവൈസ് ദ K വാല്യൂ വിൽ ബി ഈക്വൽ ടു 1. നെക്സ്റ്റ് VZ കാൽക്കുലേറ്റ് ചെയ്യുക. K1, K2, K3 into VB. ഓക്കെ, സോ 49 m/s എന്ന് കിട്ടും. അഗെയിൻ ഡിസൈൻ വിൻഡ് പ്രഷർ PD കാൽക്കുലേറ്റ് ചെയ്യുക, വിച്ച് ഇസ് 0.6 VZ². ഓക്കെ, ആ ഇക്വേഷനും ഇവിടെ തന്നിട്ടുണ്ട് പേജ് 12. PZ is equal to 0.6 VZ². So PZ is equal to 0.6 VZ², that is 0.6 into 49 square, which is equal to 1440.6 Newton/meter². അതിനെ കിലോ ന്യൂട്ടണിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിസൈൻ വിൻഡ് പ്രഷർ കിട്ടി. ഇനി നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമുക്ക് പ്രഷർ കോഎഫിഷ്യൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. റൈറ്റ്, വി നീഡ് ടു ഫൈൻഡ് CPE ആൻഡ് CPI. PZ വാല്യൂ അറിയാം. അഗെയിൻ വാട്ട് എൽസ് വി നീഡ്? CPE ആൻഡ് CPI വേണം. അപ്പോൾ CPIയും CPEയും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കോഡിൽ തന്നെ പറയുന്നുണ്ട്. ഓക്കെ, സോ IS 875 പാർട്ട് 3 പേജ് 16 നോക്കിക്കഴിഞ്ഞാൽ അവിടെ ടേബിൾ 5 ഉണ്ട്. അപ്പോൾ ആ ടേബിൾ 5 നിന്നാണ് നമുക്ക് എക്സ്റ്റേണൽ പ്രഷർ കോഎഫിഷ്യൻറ്റ് CPE കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടത് നമുക്ക് H/W റേഷ്യോ ആണ്. ഓക്കെ, സോ വാട്ട് ഈസ് H/W റേഷ്യോ? ഞാൻ ആ ടേബിൾ കാണിച്ചു തരാം. സോ ദിസ് ഇസ് ദ ടേബിൾ 5 IS 875 പാർട്ട് 3 പേജ് 16. ഓക്കെ, പാർട്ട് 3 പേജ് 16 എടുത്താൽ നമുക്ക് ഈ വാല്യൂസ് ഇവിടെയാണ് വാല്യൂസ് കിട്ടുക. ഓക്കെ, സോ അതിന് വേണ്ടത് ബിൽഡിംഗ് ഹൈറ്റ് വിഡ്ത്ത് റേഷ്യോ H/W റേഷ്യോ നമ്മൾ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇതിൽ ഏതിലാണ് വരുന്നതെന്ന്, ഏത് റോയാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, സോ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താ? ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്. ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം.
up to eaves level. Okay, so height of the building divided by width of the building. So നമ്മുടെ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ് 8 ആയിരുന്നു, വിഡ്ത്ത് 15. ഓക്കെ, സോ അപ്പോൾ ഏത് വാല്യൂ ആണ് കിട്ടുന്നത് എന്ന് നോക്കാം. സോ H/W റേഷ്യോ വേണം. H/W റേഷ്യോ H8 W15. സോ H/W റേഷ്യോ ഈസ് 0.533. ഓക്കെ, 0.533 എന്ന വാല്യൂ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം എത്രയായിരുന്നു? H/W ലെസ് ദാൻ 1/2, അതായത് H/W ലെസ് ദാൻ 0.5, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0.5 ആണെങ്കിൽ ഈ വാല്യൂ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂ 533 എന്നാണ്. സോ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1/2. അതുകൊണ്ട് ഏതെടുക്കാം? ഈ സെക്കൻഡ് കേസ് ആയിരിക്കും കറക്റ്റ്. ഓക്കെ, ദറ്റ് ഈസ് H/W എന്ന് വെച്ചാൽ 0.533. ദറ്റ് ഈസ് ലെസ് ദാൻ 1/2, സോറി, ദറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1/2 ആൻഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3/2. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസാണ് ഇവിടെ എടുക്കേണ്ടത്. ഈ ഒരു കേസിൽ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ റൂഫ് ആംഗിൾ തന്നിട്ടുണ്ട്. ഓക്കെ, ദിസ് റൂഫ് ആംഗിൾ എന്ന് വെച്ചാൽ എന്താ? തീറ്റ വാല്യൂ. നമുക്ക് കിട്ടിയത് 21.8 ആണ്. ഓക്കെ, 21.8 എന്ന് പറയുമ്പോൾ ഈ രണ്ട് വാല്യൂസിൻ്റെ ഇടയ്ക്ക് വരും. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം EF GH EG FG. ഓക്കെ, അതെന്ന് വെച്ചാൽ വിൻഡ് ആംഗിളാണ് പറയുന്നത്. ഓക്കെ, വിൻഡ് ആംഗിൾ, രണ്ട് വിൻഡ് ആംഗിളാണ് ഇവിടെ ഉള്ളത്, θ° ആൻഡ് 90°. ഓക്കെ, വിൻഡ് ആംഗിൾ θ° ആൻഡ് 90°. അപ്പോൾ വിൻഡ് ആംഗിൾ θ° ആൻഡ് 90°യിൽ ഈ ഫസ്റ്റ് EF GH എന്നും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് നോക്കാം. സോ അത് അടുത്ത പേജിൽ തന്നിട്ടുണ്ട്, EF ആൻഡ് GH. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഒരു റൂഫിൻ്റെ പ്ലാനാണ് തന്നിരിക്കുന്നത്. ഓക്കെ, റൂഫിൻ്റെ പ്ലാനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ അതായത് നമ്മൾ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ കാണിക്കുമ്പോഴത്തേക്ക് ദിസ് ഇസ്, ഇപ്പോൾ ഇവിടെ നിന്നാണ് വിൻഡ് വരുന്നതെങ്കിൽ സോ ഈ സൈഡിന് നമ്മൾ വിൻവേർഡ് സൈഡെന്നും ഈ സൈഡിന് ലീവേർഡ് സൈഡെന്നും പറയും. ഓക്കെ, വിൻഡ് വരുന്ന സൈഡിന് വിൻവേർഡ് സൈഡ് ആൻഡ് ഓപ്പോസിറ്റ് സൈഡിന് ലീവേർഡ് സൈഡ് എന്നും പറയും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഫിഗർ നോക്കിയാൽ ഇവിടെ നിന്നാണ് വിൻഡ് വരുന്നത്. ഓക്കെ, ഇവിടെ നിന്നാണ് വിൻഡ് വരുന്നതെങ്കിൽ സോ അതാണ് ഈ തീറ്റ എന്ന് വെച്ചാൽ വിൻഡിൻ്റെ ആംഗിളാണ്. അപ്പോൾ വിൻഡ് തീറ്റ എന്ന് 0 എന്ന് വെച്ചാൽ ഇങ്ങനെ വരും. ഓക്കെ, ആൻഡ് 90 എന്ന് പറയുമ്പോൾ ഇങ്ങനെ, ഈ ഒരു ഡയറക്ഷൻ. അപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ 4 ഡയറക്ഷനിൽ നിന്നും വരാമല്ലോ, ഏത് ഡയറക്ഷനിൽ വേണമെങ്കിലും വിൻഡ് വരാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇങ്ങനെയാണ് വിൻഡ് വരുന്നതെങ്കിൽ ഈ സൈഡ് വിൻവേർഡ് സൈഡും ഈ സൈഡ് ലീവേർഡ് സൈഡും ആയിരിക്കും. ഓക്കെ, ഇത് വിൻവേർഡ് സൈഡ്, മറ്റേത് ലീവേർഡ് സൈഡ്. അപ്പോൾ അങ്ങനെയാണ് EF അപ്പോൾ എന്തുമായിരിക്കും? വിൻവേർഡ് സൈഡ്, GH ലീവേർഡ് സൈഡ്. സോ EFഉം GHഉം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. വിൻവേർഡ് സൈഡും ലീവേർഡ് സൈഡിലെയും വാല്യൂസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ വിൻവേർഡ് സൈഡിലും ലീവേർഡ് സൈഡിലും വരുന്ന വാല്യൂ ഇങ്ങനെ കിട്ടും. ഓക്കെ, അതേപോലെ ഇവിടെയൊന്നും. ഓക്കെ, അപ്പോൾ ഈ 4 വാല്യൂസ് നമ്മൾ ഇൻ്റർപോളേറ്റ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഓരോ പ്രഷർ കോഎഫിഷ്യൻസ് കിട്ടും. അതായത് ഇത് രണ്ടും വിൻവേർഡ് സൈഡിലെയും ഇത് ലീവേർഡ് സൈഡിലെയും പ്രഷർ കോഎഫിഷ്യൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഇൻ്റർപോളേറ്റ് ചെയ്യുക, വിൻഡ് പ്രഷർ കോഎഫിഷ്യൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, എന്നിട്ട് ഈ വിൻവേർഡ് സൈഡിലെ മാക്സിമം വാല്യൂ ലീവേർഡ് സൈഡിലെ മാക്സിമം വാല്യൂ എടുക്കുക. അതായിരിക്കും പ്രഷർ കോഎഫിഷ്യൻസ്. ഓക്കെ, സോ ഞാനിവിടെ എഴുതിയിട്ടുണ്ട് 0.533 എന്നാണ് നമുക്ക് H/W കിട്ടിയിരിക്കുന്നത്. ആൻഡ് വിൻഡ് ആംഗിൾ θ° 90° എടുക്കുക. വിൻഡ് ആംഗിൾ θ° ആണെങ്കിൽ ആൽഫ, നമ്മുടെ സ്ലോപ്പ് എത്രയായിരുന്നു? സോറി, ആൽഫ അല്ല, സ്ലോപ്പ്. ഓക്കെ, ഈ രണ്ട് വാല്യൂസും തീറ്റ തമ്മിൽ മിക്സായി പോകാതിരിക്കാനാണ് ഞാനിവിടെ ആൽഫയെന്ന് എടുത്തത്. ഓക്കെ, ദിസ് ഈസ് ആക്ച്വലി ദ സ്ലോപ്പ്. സോ സ്ലോപ്പ് ഇസ് 21.8. അപ്പോൾ സ്ലോപ്പ് 21.8 ആണ്. അപ്പോൾ വിൻവേർഡ് സൈഡിൽ 20യും 30യും ഇടയ്ക്കുള്ള വാല്യൂസ് ഇൻ്റർപോളേറ്റ് ചെയ്യുക. അതുപോലെ ലീവേർഡ് സൈഡിലും 20, 30 വരുന്ന വാല്യൂസ് ഇൻ്റർപോളേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ രണ്ട് വാല്യൂസ് നമ്മൾ ഇൻ്റർപോളേറ്റ് ചെയ്തിട്ട് കിട്ടുന്നതാണ്
CP is equal to minus 0.61. ഓക്കെ, മൈനസ് 0.61. അപ്പോൾ ഇതെങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്? ഇത് ഇൻ്റർപോളേറ്റ് ചെയ്യാനായിട്ടുള്ള ഇക്വേഷൻ ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്താണ്. ദറ്റ് ഈസ് മൈനസ് 0.7 പ്ലസ് മൈനസ് 0.2 മൈനസ് ഓക്കെ, ഇവിടെ മൈനസ് ഓഫ് 0.7 ആണ്, അങ്ങനെയാണ് ഇത് പോസിറ്റീവ് എന്നായത്. ഓക്കെ, ഇൻറ്റു 21.8 മൈനസ് 20 ഡിവൈഡഡ് ബൈ 30 മൈനസ് 20. ഇത് നിങ്ങളല്ലാതെ ഇപ്പോൾ ഇങ്ങനെ ഇൻ്റർപോളേറ്റ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇത് ഒരു ഇക്വേഷൻ പോലെ എഴുതിയേക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇക്വേഷനിൽ നിന്ന് കിട്ടും. സോ CPEയുടെ വാല്യൂ കിട്ടും മൈനസ് 0.61 എന്നും. അപ്പോൾ ഇത് വിൻവേർഡിലെ. ഓക്കെ, അതേപോലെ ലീവേർഡിൽ ചേഞ്ച് ഒന്നുമില്ല. 20ലും മൈനസ് 0.5, 30ലും മൈനസ് 0.5. സോ ലീവേർഡിലും എത്ര തന്നെയാണ് വരുന്നത്? മൈനസ് 0.5 എന്നാണ് വരുന്നത്. അതേപോലെ വിൻഡ് ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ വിൻവേർഡ് സൈഡിലെയും ലീവേർഡ് സൈഡിലെയും വാല്യൂസ് ഇൻ്റർപോളേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇവിടെയും നമുക്ക് കിട്ടുന്നത് വിൻവേർഡ് സൈഡിൽ മൈനസ് 0.8 എന്നും ലീവേർഡ് സൈഡിൽ മൈനസ് 0.636 എന്നും കിട്ടും. ഓക്കെ, ഇതുവരെ ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് 4 വാല്യൂസ് കിട്ടി. അതായത് വിൻവേർഡ് സൈഡിൽ 2 വാല്യൂസും അതുപോലെ ലീവേർഡ് സൈഡിലും 2 വാല്യൂസും. ഓക്കെ, അപ്പോൾ വിൻവേർഡ് സൈഡിലെ വാല്യൂസ് നോക്കുക, മൈനസ് 0.61 ആൻഡ് മൈനസ് 0.8. അപ്പോൾ ഇതിൽ മാക്സിമം വാല്യൂ ഏതിനാണെന്ന് നോക്കാം. ഓക്കെ, മാക്സിമം വാല്യൂ ഇതിനാണ് മാക്സിമം വാല്യൂ. അതേപോലെ ലീവേർഡ് സൈഡിൽ മാക്സിമം വാല്യൂ ഇതിനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ഈ 2 വാല്യൂസാണ്. CPE ഇൻ വിൻവേർഡ് സൈഡ് ഇസ് minus 0.8 and CPE in leeward side is minus 0.636. Okay, so maximum value windward സൈഡിലെയും ലീവേർഡ് സൈഡിലെ മാക്സിമം വാല്യൂസ് നോട്ട് ചെയ്യുക. ഓക്കെ, അതാണ് എക്സ്റ്റേണൽ പ്രഷർ കോഎഫിഷ്യൻറ്റ്. നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇൻറ്റേർണൽ പ്രഷർ കോഎഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഇൻറ്റേർണൽ പ്രഷർ കോഎഫിഷ്യൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പേജ് 27 ആൻഡ് 36 നോക്കിക്കഴിഞ്ഞാൽ ഇൻറ്റേർണൽ പ്രഷർ കോഎഫിഷ്യൻറ്റ് കിട്ടും. ഓക്കെ, സോ ഇൻറ്റേർണൽ പ്രഷർ കോഎഫിഷ്യൻറ്റ് ഒരു ബിൽഡിങ്ങിൻ്റെ പെർമിയബിലിറ്റി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, പെർമിയബിലിറ്റി എന്ന് വെച്ചാൽ എന്താ? ആ ബിൽഡിങ്ങിൽ വരുന്ന ഹോൾസോ അല്ലെങ്കിൽ അതിൽ നമ്മൾ കൊടുക്കുന്ന ഓപ്പണിങ്സിനെയോ ആണ്, അതാണ് പെർമിയബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്. പെർമിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? വിൻഡ് ക്യാൻ പാസ് ത്രൂ. അപ്പോൾ അതാണ്, ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ വിൻഡ് പാസ് ചെയ്യും. ഓക്കെ, ഓപ്പണിങ്സ് ഇല്ല എങ്കിൽ വിൻഡ് പാസ് ചെയ്യാനായിട്ട് പെർമിയബിൾ ആയിരിക്കത്തില്ല. അപ്പോൾ അതാണ് ഇവിടെ പെർമിയബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ബിൽഡിംഗ് വിത്ത് ലോ പെർമിയബിലിറ്റി എന്ന് വെച്ചാൽ ഓപ്പണിങ്സ് കുറവാണെങ്കിലാണ് ആ ബിൽഡിങ്ങിന് ലോ പെർമിയബിൾ എന്ന് പറയുന്നത്. ബിൽഡിങ്സ് വിത്ത് മീഡിയം പെർമിയബിലിറ്റി എന്ന് വെച്ചാൽ 5 to 20% ഓഫ് ഓപ്പണിങ്സ് ഉണ്ടെങ്കിൽ. ഓക്കെ, അതേപോലെ ബിൽഡിംഗ് വിത്ത് ലാർജ് പെർമിയബിലിറ്റി എന്ന് വെച്ചാൽ 20%-നേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള പെർമിയബിലിറ്റി ഉണ്ടെങ്കിലാണ് ലാർജ് പെർമിയബിലിറ്റി. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് പെർമിയബിലിറ്റി തന്നിട്ടുണ്ടാകും. തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ മീഡിയം എന്ന് അസ്യൂം ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് മീഡിയം പെർമിയബിലിറ്റി എന്ന്. ഓക്കെ, ക്വസ്റ്റ്യനിൽ ആദ്യം തന്നെ തന്നിട്ടുണ്ടായിരുന്നു. സോ പെർമിയബിലിറ്റി മീഡിയം എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മീഡിയം പെർമിയബിലിറ്റി, അപ്പോൾ ഓരോ വാല്യൂസും ഈ വാല്യൂസ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ഈ വാല്യൂസൊക്കെ കിട്ടുന്നത് പേജ് 27 നിന്നും 36 നിന്നുമാണ്. ഓക്കെ, സോ പേജ് 27 നോക്കുമ്പോഴത്തേക്ക് യു ക്യാൻ സീ ഇൻ കേസ് ഓഫ് ബിൽഡിങ്സ്, ഈ ഒരു ക്ലോസ്, ഇൻ കേസ് ഓഫ് ബിൽഡിങ്സ് വെയർ ദ ക്ലാഡിങ്സ് പെർമിറ്റ് ദി ഫ്ലോ ഓഫ് എയർ വിത്ത് ഓപ്പണിങ്സ് ബട്ട് not more than 5% of wall area, but when there is no large openings, it is necessary to consider the possibility of internal pressure being positive or negative. 2 design conditions shall be examined, one with an internal pressure coefficient plus 2.2 and another with internal pressure coefficient minus 2. Okay, അപ്പോൾ 5% ലെസ് ആണെങ്കിൽ ഓപ്പണിങ്സ് 5% ലെസ് ആണെങ്കിൽ നമ്മൾ പ്ലസ് 0.2 അല്ലെങ്കിൽ മൈനസ് 0.2 ആയിരിക്കും എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിലേതാണോ ഏത് വാല്യൂ ഇട്ടാലാണോ നമുക്ക് മാക്സിമം കിട്ടുന്നത്, ലോഡ് മാക്സിമം ആയിട്ട് കിട്ടുന്നത്, അത് വേണം എടുക്കാനായിട്ട്. അതേപോലെ പേജ് 36
പേജ് 36-ലാണ് ഇതിൻ്റെ കണ്ടിന്യൂഷൻ വരുന്നത്. ബിൽഡിങ്സ് വിത്ത് മീഡിയം ആൻഡ് ലാർജ് ഓപ്പണിങ്സ്. ഓക്കെ, so buildings with medium and large openings may also exhibit either positive or negative internal pressure depending upon the direction of wind. Buildings with medium openings between 5 to 20% of the wall area shall be examined for an internal pressure coefficient plus 0.5. Okay, so plus 0.5 and minus 0.5. So 5 to 20% ആണെങ്കിൽ plus or minus 0.5. ആൻഡ് അനാലിസിസ് നമ്മൾ എടുക്കേണ്ടത് ഗ്രേറ്റർ ലോഡ് കിട്ടുന്ന ആ ഒരു വാല്യൂ ആണ് അനാലിസിസിന് എടുക്കേണ്ടത്. അതേപോലെ ഗ്രേറ്റർ ദാൻ 20% ആണ് ഓപ്പണിംഗ്, ഗ്രേറ്റർ ദാൻ 20% ആണെങ്കിൽ പ്ലസ് ഓ മൈനസ് 0.7 എടുക്കാം. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേക്കും വാട്ട് വാല്യൂ ഷുഡ് ബി ടേക്ക് ഹിയർ? നമുക്ക് മീഡിയം പെർമിയബിലിറ്റി ആണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് പ്ലസ് ഓ മൈനസ് 0.5. അപ്പോൾ പ്ലസ് ഓ മൈനസ് 0.5 ആണ് എടുക്കേണ്ടത് ലീവേർഡിലും അതുപോലെ വിൻവേർഡ് സൈഡിലും. ഇതിൽ പ്ലസ് ആണോ മൈനസ് ആണോ എന്ന് നോക്കേണ്ടത് നമുക്ക് ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് മാക്സിമം ലോഡ് കിട്ടുന്നത്. ഓക്കെ, അത് വെച്ചിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളെങ്ങനെ ഡിസൈൻ വിൻഡ് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് നോക്കാം. നമ്മുടെ ഇക്വേഷൻ CPE. അപ്പോൾ വിൻവേർഡ് സൈഡ് ആദ്യം തന്നെ വിൻവേർഡ് സൈഡാണ് എടുക്കേണ്ടത്. അപ്പോൾ വിൻവേർഡ് സൈഡിലെ CPE വാല്യൂ മൈനസ് 0.8 എന്ന് കിട്ടി. ഓക്കെ, അഗെയിൻ CPI വാല്യൂ നമ്മൾ ഒന്നെങ്കിൽ പ്ലസ് 0.5 അല്ലെങ്കിൽ മൈനസ് 0.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഈ രണ്ട് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്കിവിടെ നോക്കാം. ഓക്കെ, ഞാനപ്പോൾ ഇവിടെ പ്ലസ് 0.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ മൈനസ് 1872 ആണ് കിട്ടുന്നത്. ആൻഡ് മൈനസ് 0.5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ മൈനസ് 432 ആണ്. അപ്പോൾ ഇതിൽ ഈ വാല്യൂ നോക്കുക. ഓക്കെ, നമ്മൾ നോക്കേണ്ടത് വാല്യൂ ആണ്. അപ്പോൾ ഹയസ്റ്റ് വാല്യൂ ഏതാ? 1872 ആണ്. സോ ഇതാണ് എടുക്കേണ്ടത്. ഓക്കെ, സോ ഹയസ്റ്റ് വാല്യൂ ചൂസ് ചെയ്യുക. അതുപോലെ ഡിസൈൻ വിൻഡ് പ്രഷർ ഓൺ ലീവേർഡ് സൈഡും നോക്കുക. ഇപ്പോൾ ലീവേർഡ് സൈഡിൽ മൈനസ് 0.636 ആണ്. അതിൽ പ്ലസ് ഓ മൈനസ് 0.5. ഓക്കെ, അപ്പോൾ ഇത് പ്ലസ് 0.5, ഇത് മൈനസ് 0.5. അപ്പോൾ ഇതിൽ ഈ ഒരു വാല്യൂ ആണ് ഹയസ്റ്റ് കിട്ടുന്നത്. ഓക്കെ, സോ നമുക്കിവിടെ ഡിസൈൻ വിൻഡ് പ്രഷർ കിട്ടി വിൻവേർഡ് സൈഡിലും ലീവേർഡ് സൈഡിലും. അപ്പോൾ ഇതിൽ രണ്ടിൽ നോക്കുമ്പോൾ മാക്സിമം ഏതാണെന്ന് നോക്കാം. ഇതിൽ 1872 ആയിരുന്നു വിൻവേർഡ് സൈഡിൽ, ആൻഡ് ലീവേർഡ് സൈഡിൽ 1636 ആണ്. സോ ഹയസ്റ്റ് എന്ന് വെച്ചാൽ 1872. ഓക്കെ, സോ അതാണ് മാക്സിമം ഡിസൈൻ വിൻഡ് പ്രഷർ എന്ന് എടുക്കേണ്ടത്. ഇനി അതിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം? പേളിൻ്റെ സ്പേസിങ് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, സോ പേളിൻ്റെ സ്പേസിങ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും വി ഗെറ്റ് 2528.253 ന്യൂട്ടൺ പെർ മീറ്റർ. സോ മൈനസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഡയറക്ഷൻ ആണ്. ഓക്കെ, സോ 2528 എന്ന് കിട്ടും. അപ്പോൾ ഡിസൈൻ ലോഡ് നമുക്ക് ഫൈനലി എഴുതാം. ദാറ്റ് ഈസ് ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്, അതുപോലെ വിൻ ലോഡ്. ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്, ഡെഡ് ലോഡ് 364 ആൻഡ് ലൈവ് ലോഡ് 693. ഓക്കെ, രണ്ടും കൂടെ ആഡ് ചെയ്യുക. ആൻഡ് വിൻ ലോഡ് minus 2528.253 Newton per meter. Okay.